എന്താ 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 അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. ഒന്നുമില്ല. എന്താ എന്നെ ഇങ്ങനെ നോക്കണല്ലേ ചൂസേ? അല്ല നീ പുറത്തു പോയിട്ട് സാധാരണ വരുമ്പോ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്. ഒന്നുമില്ല. ലിച്ചൂസ് ചുമ്മാ തോന്നണ. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്ത്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണം. അത് പറഞ്ഞാ പോരെ, ഇപ്പഴത്തെ തരാം. മോനെ എന്താ എന്താ എന്നാച്ച് എന്നാച്ച് നിങ്ങളവിടെ പോല ഞങ്ങള് പറമ്പി മാങ്ങ വറക്കാൻ പോയി. മോനെ വേണോ? മാങ്ങ വേണ്ട. കഴിച്ചോ. ரொம்ப ടേസ്റ്റിയാ இருக்குப்பா. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കഴിച്ചോ. നിങ്ങൾ അടുക്കളയിലോട്ട് പോണില്ലേ? ഒന്നും വേണ്ടല്ലോ. വേണ്ട. കഴിച്ചോ. நிறைய இருக்குப்பா. ഞാൻ പിന്നെ കഴിച്ചോളാം. മാങ്ങ കഴിച്ചോ. വെള്ളം താങ്ക്സ്. മതി. കുറച്ചുകൂടെ കുടിക്കേ. ദാഹം പോയി. മതി. അവിടെ മാങ്ങയുണ്ട്, മാങ്ങ പോയി കഴിച്ചോട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തോ പ്രശ്നം ചൂസ്? ഒരു പ്രശ്നം ഉറപ്പല്ലേ? എന്താടി? എന്തുവാ? എന്ത്? എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഷേടാ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ? ഒന്നുമില്ല. പാറൂഫിന്റെ ഒരു കാര്യം. പയ്യെ കഴിയത് ആരും എടുത്തോണ്ട് പോയില്ല, നിനക്ക് തന്നെ. വെള്ളം വേണം? വേണം. തരാം. തൊണ്ടരൊന്നും കൊടുങ്ങല്ലേട്ടാ. സിദ്ധു എന്തെങ്കിലും പറഞ്ഞായിരുന്നു? സിദ്ധു ആരും എന്നോട് പറയിപ്പിക്കല്. ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞു അളിയാ എനിക്ക് വെച്ചേക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഒരു പറയാണ് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന്. അല്ലെങ്കിൽ പറയണം മക്കളെ ഞാനൊക്കെ എന്തായാലും വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ, ബാ നമുക്ക് കടയെല്ലാം കയറി കഴിച്ചിട്ട് പോവാന്ന്. എടാ അതല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോദിച്ചു നമ്മുടെ വേറ്ററി ഹോട്ടലുണ്ടല്ലോ അത് കണ്ടപ്പോ പറഞ്ഞു അളിയാ കേട്ട് മസാല തീറ്റിക്കാരല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന്. ആ തീറ്റിക്കാരല്ലാതെ പറഞ്ഞു. അതിന്റെ പേര് മുന്നോട്ട് നല്ല ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. നീ മുണുങ്ങ് കഴിക്കും. സിദ്ധു വന്നപ്പോ തൊട്ടേ അവന്റെ പെരുമാറ്റത്തിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതളിയാ നീ വീട്ടിൽ വന്നു കയറി അന്ന് പോലുണ്ട്. ചേച്ചിക്ക് ഇത് എന്തോന്നാണ് ചേച്ചി അളിയന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനായിട്ട്? ഞാൻ ഉള്ള കാര്യം പറയാല, ഇത് ഭയങ്കര ടോക്സിക് ആണ്, വേറെ പണിയില്ലേ? ഇത് ടോക്സിക് തേങ്ങയൊന്നും അല്ല, കുറെ നാളായാലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നതിനാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ അളിയന്റെ പെരുമാറ്റത്തിൽ ഇപ്പൊ എന്ത് മാറ്റമാണ് വന്നേക്കണേ? അതറിയാൻ പാടില്ല, പക്ഷെ എന്തോ ഒരു മാറ്റം വന്നു. ഇപ്പൊ പറഞ്ഞു എന്ത് പെരുമാറ്റത്തിൽ മാറ്റം വന്നാലും മനസ്സിലാവുന്നു. അതല്ല പറഞ്ഞ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടെന്ന്, പക്ഷെ എന്തുകൊണ്ടാണ് ആ മാറ്റം വന്നതെന്നാണ് മനസ്സിലാവാത്തത്. അതെന്ത് മനസ്സിലാവാത്തെ? ചേച്ചി ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ? എന്നാ
എന്റെ ബർത്ത്ഡേ എന്നാന്ന് നിനക്ക് അറിയാൻ പാടില്ല. അല്ല, ചേട്ടന്റെ ബർത്ത്ഡേ എന്താണ് ഏട്ടാ? ചേച്ചി പോടി ഇവിടെ. ചേച്ചി എന്റെ ബർത്ത്ഡേ അല്ല. പിന്നെ എന്റെ ബർത്ത്ഡേ ആണോ? നിനക്ക് എന്താ? അപ്പൊ എന്റെ ബർത്ത്ഡേ അല്ല, അപ്പൊ വേറെന്തോ ആണ്. എന്താണ്? ചേച്ചി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ കൊടുക്കലാവും. എന്റെ പൊന്നു മോളെ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ പോലും ചേച്ചിക്ക് കാര്യം പിടികിട്ടൂല. നീ ഇടയെന്ന് വായിച്ചെടുക്കാൻ ചേച്ചി അടുത്ത് പറയല്ലേ. അതിനുള്ള ബുദ്ധി ചേച്ചിക്ക് കൊടുത്തിട്ടില്ല ദൈവം. അതെനിക്കറിയാം, ഞാൻ കണ്ട്. നീ എന്തോന്ന് കണ്ട്? അളിയൻ ചേച്ചിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അളിയൻ അത് ഒളിപ്പിച്ചു വെച്ച്. കണ്ടാ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന്. ഇതിലെന്തോ കള്ളത്തരം അല്ല. ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അളിയന് തരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നാ പോരെ, എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നേ? എന്റെ കൊച്ചെ, ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതിൽ ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യായിരിക്കും. അതെ ശരിയാ, ഒരു കവർ അളിയന്റെ ഇരുന്നത് ഞാനും കണ്ട. പക്ഷെ ഞാൻ കണ്ടില്ലല്ലോ. അത് ചേച്ചി അറിയാതിരിക്കാനല്ലേ ഒളിപ്പിച്ചു വെച്ചേ. അതെ, എന്ത് ഗിഫ്റ്റാന്ന് കണ്ടോ? ആ കവർ മാത്രമേ കണ്ടുള്ളൂ, അതിന്റെ അകത്ത് എന്തോന്ന് ഞാൻ കണ്ടില്ല. അതെ, അത് അളിയൻ എവിടെയാ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേന്നറിയോ? അതറിയാം. എന്നാ വാ, സാധനം പോയി പോക്കാം. വേണോ? വേണം. അല്ല, ചേച്ചി നേരത്തെ പറഞ്ഞത് എന്റെ ഗിഫ്റ്റ് വരാൻ എന്തോ കൃത്യമായ സമയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എടാ, അത് ഗിഫ്റ്റ് കൊടുക്കാനല്ലേ സമയ സന്ദർഭമൊക്കെ ഉള്ളൂ. അത് മേടിക്കുന്ന ആൾക്ക് സമയ സന്ദർഭത്തിന് ആവശ്യമില്ലല്ലോ. വാ പറ. വേണോ? ആ വേണം, വാ വാ നടക്ക്. ആ ഒന്നുമില്ല, വാ. ഇത്